ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തപസ് കാലം നമുക്ക് അനുഗ്രഹമായി മാറണം. എല്ലാ വർഷവും നമ്മൾ തപസ് കാലം നോക്കുന്നു, അത് ഈസ്റ്ററിനോട് അവസാനിക്കും. പക്ഷേ ഈ ഒരു ദിവസം, ഈ നോമ്പ് കാലം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറണം. കുടുംബത്തിൽ എന്ത് ചെയ്താലും പരാജയം, ഒരു കാര്യം മുമ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല വിധത്തിൽ പരിശ്രമിച്ച് നോക്കി, പ്രാർത്ഥിച്ച് നോക്കി, ധ്യാനിച്ച് നോക്കി. അങ്ങനെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു വീട് പണിയാൻ കയ്യിൽ ഒരു സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഇവിടുന്നൊക്കെ സ്വർണ്ണം അതൊക്കെ വിറ്റ് മേടിക്കാൻ തീരുമാനിച്ചു, എന്നാൽ പോലും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ? ഈ അത്തരത്തിലുള്ള പ്രശ്നത്തിൽ ഇരിക്കുന്നവർ, എന്ത് ചെയ്താൽ എന്നും ചെയ്യാൻ പറ്റാത്തതിൽ കെട്ടപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനന്തയോഗ്യതയാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഓരോരുത്തരും എഴുതി വെച്ച് പ്രാർത്ഥിച്ചോളുക, കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ പീഡാസഹനം ധ്യാനിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തിൻ്റെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ, അത് ഈ തപസ് കാലഘട്ടം കഴിയുമ്പോൾ കർത്താവെ ആ നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ ഗെത്സമനിൽ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് മുട്ടിന്മേൽ വീണും കമഴ്ന്നു കിടന്നും നിലത്ത് വീണും പ്രാർത്ഥിച്ചു എന്നാണ് സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ 10-ാം അധ്യായം 19-ാമത്തെ തിരിക്കുന്നു, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും, അതായത് തലമുറകളിൽപ്പെട്ടവരും, ദൈവാരാധനയെ നിന്ദിക്കുകയും അവഗണിക്കുകയും വ്യാജ ദൈവങ്ങളെ, അന്യദൈവങ്ങളുടെ പിന്നാലെ പോവുകയും അവയെ സേവിക്കുകയും മന്ത്രവാദവും കൂടോത്രകളും ക്ഷുദ്രപ്രയോഗങ്ങളും ഇങ്ങനെയുള്ള ദൈവനിഷേധ പ്രവർത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ വരാനും തടസ്സങ്ങൾ വരാനും കാരണമായിട്ടുണ്ടെങ്കിൽ എല്ലാ അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, തടസ്സങ്ങളെല്ലാം മാറ്റണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന രംഗം നമുക്ക് മനസ്സിൽ നിന്ന് കാണാം. ഈശോയോടൊപ്പം നിന്ന് സ്നേഹിച്ച് ഒപ്പം നിന്ന് ഭക്ഷിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന യൂദാസ് ഈശോയെ 30 വെള്ളിക്കാശിന് വേണ്ടി ഈശോയെ ഒറ്റുകൊടുത്ത യൂദാസിനെ ഓർക്കുക. സങ്കീർത്തനം 55:20-21, എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി, അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കും. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ ചതിയോ വഞ്ചനയോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലോ തലമുറയിൽപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ, തടസ്സങ്ങൾ എല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. വീണ്ടും നമുക്ക് ധ്യാനിക്കാം. പടയാളികൾ ഈശോയെ പിടിച്ച് ബന്ധിക്കുന്നത് ഒന്ന് കാണുക. ആ ബന്ധിച്ച് നിരപരാധിയായി ഈശോയെ കൊണ്ടുപോവുക. ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞായറാഴ്ച കുർബാനയിൽ പങ്കുചേരാതെയും ദൈവിക കാര്യങ്ങളിൽ പങ്കുചേരാതെയും കുമ്പസാരവും കൂദാശ ജീവിതമില്ലാതെ മരിച്ചുപോയി കർത്താവെ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമായിട്ടുണ്ടെങ്കിൽ അവരോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ തടസ്സങ്ങളും ബന്ധനങ്ങളും അഴിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ക്രൂരസേവകന്മാർ യേശുവിനെ അടിക്കുന്നു. നോക്ക്, ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വേദന. ക്രൂരസേവകന്മാർ പടയാളിൽ ഈശോയെ ബലങ്ങും വില്ലങ്ങും അടിച്ചു. യേശയ്യാ പ്രവചനത്തിൽ 53-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ ഏറ്റെടുക്കപ്പെട്ടു. എൻ്റെ
ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ, പൂർവികർ, കർത്താവെ, അവർ ഗുരുക്കന്മാർ, മുതിർന്നവർ, ഇങ്ങനെ അവർ കർത്താവെ ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങളും ദൈവവചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഓർക്കുക, സഹോദരൻ ഓർക്കുക. ചിലപ്പോൾ നമുക്കറിയാം അവരുടെ പ്രവൃത്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, കുടുംബത്തിലേക്ക് തടസ്സങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തു കൂട്ടിയത്. ഈശോയെ അവരോട് കരുണ തോന്നണം, തലമുറയോട് കരുണ തോന്നണം കർത്താവെ. ആ ശാപങ്ങളും പാപങ്ങളും ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുട്ടികളുടെയും മേൽ വരാതിരിക്കാൻ ഈശോയെ കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് കാണുക. ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ഒരു മാംസ കഷ്ണമായി മാറി ഈശോയുടെ ശരീരം. സങ്കീർത്തനം 129:3 ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഉഴവ് ചാലുകൾ കീറി. ഈശോയെ അത്രമാത്രം ഈശോ സഹിച്ചു. ഇന്ന് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പല വിധത്തിലുള്ള സഹനങ്ങൾ കാണുന്നു. രോഗങ്ങൾ, പീഡകൾ വിട്ടുമാറുന്നില്ല, എപ്പോഴും അസ്വസ്ഥതയാണ്. അതുപോലെ കർത്താവെ, കുടുംബത്തിൽ കൊലപാതകം, അബോർഷൻ, ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ, കർത്താവെ ഭ്രൂണഹത്യ, ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഇന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ അപരാധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പിതാവായ ദൈവമേ, ലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയെ പരിഹസിക്കുന്നത് നമ്മളൊന്ന് കാണുക. കർത്താവ്, ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കുചേരുമ്പോൾ കർത്താവിനെ വേദനിപ്പിച്ചവർ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തികളിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പത് പറഞ്ഞ് മുട്ടുകുത്തി എന്ന് കരഞ്ഞ് നിലവിളിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. സങ്കീർത്തനം 22:7 കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. ഈശോയെ, ഈശോ മിശിഹായുടെ ക്രൂശ് മരണം ഞാൻ ധ്യാനിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ, തലമുറയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ലൈംഗികമായ പാപങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള ജഡത്തിൻ്റെതായ പാപങ്ങൾ, മദ്യപാനവും ലൈംഗികാസക്തിയും ഭക്ഷണാസക്തിയും, ഇങ്ങനെ കർത്താവെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മ്ലേച്ഛ പ്രവർത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ ക്രോധം വന്ന് വീഴിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഈശോയെ, അവർക്ക് വേണ്ടി ഞങ്ങളിതാ ഈ കുരിശിൻ്റെ വഴിയിലൂടെ, ഈ പീഡാസകല ധ്യാനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ, അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിന് തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഈശോയെ, അവിടുത്തെ തിരുമുറിവുകളാൽ ഞങ്ങൾ സൗഖ്യപ്പെടട്ടെ. ഈശോയെ മരണത്തെ വിധിക്കുന്നു. അവിടുന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനം 8-3 ലിഖിതം, അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പ്രതി ഞങ്ങളും പൂർവികരും ചെയ്തുപോയ മോഷണത്തിൻ്റെയും അന്യായ പലിശയുടെയും കള്ളലാഭത്തിൻ്റെയും കള്ളത്രാസത്തിൻ്റെയും മേൽ കർത്താവ്, അങ്ങനെ കുടുംബത്തിലേക്ക് അന്യായമായി ഞങ്ങൾക്ക് അർഹതപ്പെടാത്ത പണം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബം, തലമുറകൾ, അതുപോലെ പാരമ്പര്യ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് തറവാടുകൾ നശിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ തലമുറയുടെ അപരാധങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോയുടെ ആ ഈശോയുടെ തോളിൽ വെച്ച് കൊടുത്ത ആ കുരിശ് പാപത്തിൻ്റെ കുരിശാണ്. ലോകത്തിൻ്റെ പാപം, തലമുറകളുടെ പാപം, കള്ളസാക്ഷ്യത്തിൻ്റെയും നുണയുടെയും വഞ്ചനയുടെയും അപരാധങ്ങളെല്ലാം പൊറുക്കണ കർത്താവേ. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിച്ചെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. ലോകപാപം നീക്കുന്ന ദൈവ കുഞ്ഞാടെ, ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 1 പ്രാവശ്യം ഈശോ നിലത്ത് വീണത് ഓർക്കുക.
അവിടെ നിന്ന് മുഖം കുത്തി നിലത്ത് വീണു. സങ്കീർത്തനം 22:14 ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കർത്താവിന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വേദനയോടെ ഈശോ ആ നിലത്ത് വീണത് ഓർക്കുക. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പറ്റി ഞങ്ങളുടെ തലമുറകൾ ദാമ്പത്യ അസ്വസ്ഥത, അത് വലിയൊരു തിന്മയാണ്. ദാമ്പത്യ അസ്വസ്ഥത, ഭർത്താവിനെ വഞ്ചിക്കുക, ഭാര്യയെ വഞ്ചിക്കുക. കർത്താവെ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ, അതുപോലെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് കുടുംബത്തിലേക്ക് കർത്താവിന് ക്രോധം വന്നു വീഴാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് വീക്ഷിക്കുന്നു. സമസ്ത അപരാധങ്ങൾ പൊറുക്കണമേ. ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ദൈവ കുഞ്ഞാടെ, ഈ അപരാധത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ വഴിയിൽ വെച്ച് തന്നെ മാതാവിനെ കാണുന്നു. ഒന്നോർക്കുക, ഒരു മാതാവ് തൻ്റെ മകനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ എത്ര വേദനയായിരിക്കും. ലൂക്ക 2:35 നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു. ഈശോയെ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ചു, ദൈവത്തെ നിഷേധിച്ചു. കർത്താവെ, അങ്ങനെ തിരുസഭയ്ക്കെതിരായും കൽപ്പനകൾക്കെതിരായും എല്ലാം പ്രവർത്തിച്ചു. കർത്താവെ, ലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, സമസ്ത അപരാധങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ശിമയോൻ ഈശോയെ സഹായിക്കുകയാണ്. വഴിയിൽ ഈശോ ആ കുരിശിൻ്റെ ഭാരത്താൽ വീഴുമ്പോൾ സഹായിക്കുവാനായി ഈശോയെ സഹായിക്കുവാനായി ശിമയോൻ വന്നു. ഈശോ മിശിഹായെ, പലപ്പോഴും ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല. പലപ്പോഴും ഞങ്ങൾ വീണു പോവുകയാണ്, തളർന്നു പോവുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുറവുകളും തലമുറകളുടെ കുറവുകളും ബലഹീനതയുമാണ് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെങ്കിൽ, പ്രത്യേകിച്ച് പണത്തിനോടുള്ള ആസക്തി, പണം സമ്പാദിക്കുക, അതിന് വഴിവിട്ട വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്തു. ഇന്ന് സമസ്ത അപരാധങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറഞ്ഞ് തകർന്ന് തരിപ്പണമാകാണ്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, സമസ്ത അപരാധങ്ങളും ഞങ്ങളിൽ നിന്ന് പുറത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വേറെവനിക്ക ഈശോ മിശിഹായെ കണ്ട് മനസ്സലിഞ്ഞ് ആ മുഖം തൻ്റെ തൂവാല കൊണ്ട് ഒപ്പുന്നത് കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ 50 ദിവസത്തെ പ്രാർത്ഥനയിൽ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണീരൊഴുക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒരു ഉന്നതിയില്ല. കുടുംബത്തിൽ രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ, മക്കൾ ജനിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെ കുറേ കണ്ണുനീരുണ്ട്. നിങ്ങൾക്ക് പറയാം, എന്തിനും ഒരു ഉത്തരവില്ല. പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി. കർത്താവെ, ഇനി ഞങ്ങൾ ചെയ്യുന്ന പരിഹാരമാണിത്. മുട്ടുകുത്തി കരയണം, നിലത്തേക്ക് കമന്ന് വീഴണം. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പ്രതി ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വിശ്വാസക്കുറവ്, പ്രത്യാശയില്ല, സ്നേഹരാഗത്യം, ഇങ്ങനെ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും ഞങ്ങളോട് ക്ഷമിക്കണേ. കർത്താവെ, ലോകത്തിൻ്റെ പാപം നീക്കി ദൈവ കുഞ്ഞാടെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഈശോ കുരിശിൻ്റെ വഴിയിൽ കടന്നു പോകുമ്പോൾ 1 വീണു, 2 വീണു, വീണ്ടും കർത്താവ് വീഴും. ഈ 2ാമത്തെ പ്രാവശ്യം ഈശോ വീഴുമ്പോൾ അത്രയേറെ പാപഭാരമാണ് മനുഷ്യൻ്റെ. ആ പാപഭാരം ചുവന്ന് ഇതുവരെയും കുമ്പസാരക്കൂടിനെയോ അല്ലെങ്കിൽ അനുതാപത്തിന് ഒരു ചെറിയ തരി കണ്ണുനീർ പോലും വീഴിക്കാതെ കർത്താവെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ പൂർവികർ അതേപോലെ തന്നെ അനുതാപമില്ലാതെ കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഇന്ന് അവർ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പാപഭാരത്താൽ ഞങ്ങളും പലപ്പോഴും തളർന്നു വീഴുന്നു. എങ്കിലും ഞങ്ങൾക്ക് അനുതാപം തോന്നുന്നില്ല, കുമ്പസാരിക്കാൻ തോന്നുന്നില്ല. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണം. അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നോക്കണമേ. ഈശോയെ, അവിടുത്തെ കുരിശുമരണത്തിന് യോഗ്യതയാൽ പൂർവികരും അതുപോലെ ഞങ്ങളും വിവേകമില്ലാതെ, നീതിയും ഇല്ലാതെ അനീതി പ്രവർത്തിച്ച് കർത്താവെ ഒന്നും കർത്താവിൻ്റെ വചനം പാലിക്കാതെ ജീവിച്ച് തകർന്നതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവെ, ലോകപാപങ്ങളെ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ എല്ലാ അപരാധങ്ങൾ പൊറുക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
ഈശോ മിശിഹ ഓർസ നഗരിലെ സ്ത്രീകളെ കാണുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്ത് നിങ്ങൾ കരയുക, എന്നെ ഓർത്തല്ല കരയേണ്ടത്. സ്വന്തം വേദന കടിച്ചമർത്തി അതായത് ആ സ്ത്രീകളെ ആശ്വസിപ്പിച്ച ഈശോ ഇന്ന് അവിടുത്തെ നിസ്സീമ സ്നേഹത്താൽ നിങ്ങളെ പൊതിയട്ടെ. നീ ആ സ്നേഹത്തിൽ ആശ്രയിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുമെന്ന് ഈശോ അവരോട് ഉദ്ബോധിപ്പിച്ചതുപോലെ കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും ഓർത്ത് വിലപിക്കുകയാണ്. അവർ വഴി വന്നു പതിച്ചിട്ടുള്ള എല്ലാ ശാപങ്ങളും പാപങ്ങളും കർത്താവിൻ്റെ കുരിശുമരണത്തെ പ്രതി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ലോക പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടെ, ഞങ്ങളുടെ സമസ്ത അപരാധങ്ങൾ പൊറുക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഴ്ച പാപം ചെയ്ത് അനുദപിച്ച് വീണ്ടും അതേ പാപത്തിൽ കുടുങ്ങി അങ്ങനെ വീണ്ടും വീണ്ടും പാപങ്ങൾ ആവർത്തിച്ച് അവസാനം കഠിന ഹൃദയ കർത്താവിന് തന്നെ പറയും, ഇനി ഞാൻ ചെയ്യില്ല, ഇനി എനിക്ക് വേണ്ട. അങ്ങനെ മനസ്താപ്രകടനമൊക്കെ ചെല്ലി വന്നിട്ട് വീണ്ടും അതേ പാപത്തിൽ കൊടും ക്രൂരമായ പാപം, രക്തച്ചൊരിച്ചിൽ, ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങൾ, മൂലപാപങ്ങൾ, മാരപാപങ്ങൾ എല്ലാം ചെയ്തു കൂട്ടി. കർത്താവെ, പാപബോധം നഷ്ടപ്പെട്ട് മരിച്ച ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലർക്ക് പാപബോധമില്ല, പശ്ചാത്താപമില്ല, അനുതാപമില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല. പിതാവേ, ഞങ്ങളുടെ കരുണ തോന്നണമേ. ഞങ്ങളുടെ മേലും തലമുറകളുടെ മേലും അവിടെ കരുണ തോന്നണമേ. ലോക പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെടുപ്പിക്കണമേ. ദിവ്യ രക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നത് ഉൾക്കണ്ണുകളോട് കാണുക. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. അപ്പോൾ ഈശോ അനുഭവിച്ച വേദന, മാനസിക ദുഃഖം, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി നിൽക്കുന്ന ഈശോ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ പല തിന്മകളുണ്ട്. ഒരു തിന്മ തലമുറകളായിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ, ആസക്തി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ജഡത്തിൻ്റെ ആസക്തി, ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അതുപോലെ ആഡംബരപ്രിയം, എല്ലാം ഒരു പ്രത്യേക അവസ്ഥയിൽ ദൈവകൃപയില്ലാത്തൊരു ജീവിതം നയിക്കുകയാണ്. കർത്താവെ, ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ ഉള്ളിൽ എല്ലാ ആസക്തികളോടും കരുണ തോന്നണം. എൻ്റെ തലമുറകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അപരാധങ്ങളും പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോക പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നത് നിങ്ങളൊന്ന് കാണുക. കൈ കാലുകൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ക്രൂരന്മാരായ പടയാളികൾ ഇരുപാടി അടിച്ചു കയറ്റി. സങ്കീർത്തനം 22:16 എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. ഈ വചനമാണ് പൂർത്തീകരിച്ചത്. കുരിശിൽ കർത്താവിൻ്റെ കൈകളും കാലുകളും കുത്തിത്തുളച്ചു. ആ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ തിരുരക്തം, അതുകൊണ്ട് കർത്താവ് ആ തിരുരക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ മോചനം. കർത്താവെ, നമുക്ക് വിടുതൽ, പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ കർത്താവിൻ്റെ തിരുരക്തമാണ്. ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടെ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കഴുകി വിശദീകരിക്കണമേ. 1 യോഹന്നാൻ 1:7 യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ വഴി അവിടുന്ന് ചിന്തിയ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ലോക പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നതൊന്ന് ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുക. ഈ നോമ്പുകാല ദിവസങ്ങളിൽ നമ്മൾ പല പ്രാർത്ഥനകൾ ചെയ്യും. നമ്മൾ കുരിശിന് വഴി നടത്തും, കുമ്പസാരിക്കും, ഭക്ഷണം ഉപേക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അനുഭവിച്ച വേദന എൻ്റെ ശരീരത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. അതുവഴി കർത്താവ് ഒരു വലിയ വിടുതൽ ഈ എല്ലാ വർഷവും നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്. ഈ വർഷത്തെ നോമ്പ് നിങ്ങൾക്കൊരു വിടുതലാകണം. ഈ വർഷത്തെ നോമ്പ് നിങ്ങൾക്കൊരു അഭിഷേകമാകണം. അങ്ങനെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണം, മക്കൾ ജനിക്കണം, വിവാഹം നടക്കണം, അത് വീട് പണിയണം, സ്ഥലമേപ്പ് നടക്കണം, കടബാധ്യത മാറണം. അത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറഞ്ഞാലേ പറ്റൂ. കർത്താവ് എന്തിനാ ശരീരത്തിൽ പീഡയേറ്റത്? എന്തിനാ കുരിശിൽ തൂങ്ങിയത്? 1 പത്രോസ് 2:24 നമ്മുടെ
എല്ലാ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ കുരിശിലേക്ക് കയറി. കർത്താവെ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും തലമുറകളും ദൈവനിഷേധ പ്രവർത്തികൾ ചെയ്ത് അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നണമേ. ലോക പാപങ്ങൾ നീക്കി ദൈവ കുഞ്ഞാടെ ഞങ്ങളോടും ഞങ്ങളുടെ തലമുറയോടും പൊറുക്കണമേ. എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മിശിഹായുടെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുകയാണ്. ജീവനറ്റ തഴുത്ത് വിറങ്ങലിച്ച ശരീരം, ഈശോയുടെ ആ ശരീരം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നു. ഏറ്റവും വ്യാകുലയായി മാതാവേ, അങ്ങയുടെ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന എത്രമാത്രമാണ്. ആർക്കും താങ്ങാൻ പറ്റാത്തൊരു വേദന. ഈശോയെ, ഇതുപോലെ തന്നെ കർത്താവിന് സഹിക്കാൻ പറ്റാത്ത, കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് ഒഴുകാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ തലമുറകൾ, പൂർവികർ, ഞങ്ങളുടെ മക്കൾ ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങളും ഞങ്ങൾ ഓർക്കണം. അതെല്ലാം നമ്മൾ ഓർക്കണം. പല വീഴ്ചകളുണ്ട്. ദൈവമേ, പൊറുക്കണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തലമുറകളെയും സമസ്ത അപരാധങ്ങൾ പൂർത്തി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഓരോ പ്രാർത്ഥനയ്ക്കും കർത്താവെ, ആ തിരുരക്തം ഒഴുക്കണം. ഇനി കർത്താവിൻ്റെ ശരീരം ഇതാ കല്ലറയിൽ സംസ്കരിക്കുന്നു. ലാസറിനെ മരിച്ചവരുന്ന ഒറ്റ നിമിഷം, ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനോടെ പുറത്തു വന്നു. എന്നിട്ട് കർത്താവ് തൻ്റെ ഒരാളെ ജീവനിലേക്ക് വിളിച്ച് എത്ര പേർക്ക് ജീവൻ കൊടുത്തു കർത്താവ്. എന്നാൽ കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? നാം ഓരോരുത്തരും കർത്താവിനോട് കൂടെ ഉദ്ധാനം ചെയ്യാൻ, കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് കർത്താവിനോട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ തലമുറകളിൽ നിന്നും നമ്മളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമസ്ത അപരാധങ്ങളും അത് സ്വർഗപ്രവേശത്തിന് ബ്ലോക്കാവുമെങ്കിൽ ഈ രാത്രി നീ പ്രാർത്ഥിക്കണം. ഈ നോമ്പുകാല ദിവസങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കണം. കുടുംബത്തെ വിശദീകരിക്കണം, തലമുറയെ വിശദീകരിക്കണം. ഞങ്ങളുടെ തടസ്സങ്ങൾ മാറണം, കടബാധ്യത മാറണം. അതിന് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് കൂട്ടുകയാണ് കർത്താവ്. ഞങ്ങളുടെ ഉപവാസം, പ്രാർത്ഥന, സത്പ്രവൃത്തികൾ എല്ലാം കർത്താവിൻ്റെ കരുണ ഞങ്ങളിലേക്ക് നിറയാൻ കാരണമാകട്ടെ. കർത്താവെ, ലോകപാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ, സമസ്ത അപരാധങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൂശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. സമ്പന്നനായ പിതാവേ, അവിടുത്തെ തിരുക്കുമാരനായ ഈശോയുടെ കുരിശുമരണത്താൽ പാപമോചനവും ശാപമോക്ഷവും വിടുതൽ നൽകുവാൻ അങ്ങ് തിരുമനസ്സായിരുന്നു. പിതാവായ ദൈവമേ, പാപമോചനം നൽകുന്ന കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കും. വീഴ്ചകൾ പലതുണ്ട്. ഇന്ന് എട്ടം വലം തിരിയാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും പരാജയം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് രോഗമായിട്ടും പീഡയായിട്ടും തകർച്ചയായിട്ടും കുടുംബം തകർന്ന് ഒരു 5 പൈസ നീക്കി ബാക്കിയില്ലാതെ തകരുന്നൊരവസ്ഥയാണ് കർത്താവ്. അവരും ഇവരും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എനിക്കൊരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാ വേദനകളും ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ പൈശാചിക പീഡകളാൽ പൈശാചക്തികളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും വിട്ടുപിടിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ ഈ രാത്രിയിൽ ഈ 50 ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഇതൊരു വിടുതലായി സാക്ഷ്യമായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകപാപങ്ങൾ നീ ദൈവ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അവിടെ തിരുരക്തം കൊണ്ട് പൊതിയണം. എല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം, ആവശ്യങ്ങൾ സമർപ്പിക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ 50 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കും. ഈ നോമ്പുകാലം മുഴുവൻ പ്രാർത്ഥിക്കണം. ഉത്തരം കർത്താവ് നൽകും. ശകിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും. ശിരസ് നമ്പിച്ച് നമുക്ക് ആശ്വാസം സ്വീകരിക്കാം. കർത്താവെ, അവിടുത്തെ കുരിശുമരണ യോഗ്യതയാൽ
ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കണം. കൂടുതൽ തീർച്ചയായും അനുദപിക്കാനും പാപങ്ങൾ കർത്താവ് ഓർപ്പിച്ചു കൊടുക്കുവാൻ അനുദപിച്ച് ഏറ്റുപറയാനും വേണ്ടി കൃപദാസർക്ക് നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.